എവർക്കും നമസ്കാരം. ഇന്നത്തെ ചൂടുള്ള ഒരു വാർത്തയായിരുന്നു ബി.ജെ.പി. നേതാവ് ജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫിനെ, അതായത് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അതായത് പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള വകുപ്പുകളൊക്കെയാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ശരി, കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഓർണമെന്റ്സ് വെക്കുന്ന ഒരു സ്ഥാപനത്തിലെ 3 സ്റ്റാഫിന്റെ കാര്യങ്ങൾ അവർ തന്നെ ഇൻസ്റ്റയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ QR കോഡ് വഴി മാത്രം, സ്കാനർ വഴി മാത്രമേ പേയ്മെന്റ് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഈ ബി.ജെ.പി. നേതാവ് കൃഷ്ണകുമാറിന്റെ മകളുടെ, നമുക്കെല്ലാം അറിയാം, നല്ലൊരു നടനാണ്. ഈ അടുത്ത കാലത്താണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഇതിനകത്ത് രാഷ്ട്രീയ കളികളുണ്ടോ എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ തല്ലുള്ള കേരളത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നും അവിടെ സ്കാം നടന്നിട്ടുണ്ട്. ഒത്തിരി പൈസ, അതായത് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 69 ലക്ഷം എന്നൊക്കെ പറയുന്നു. പക്ഷെ അത്രയൊന്നും പോകുമ്പോ ഇവര് വെറും മണ്ടരാണോ ഇത്രയും നോക്കിയിരിക്കാൻ? അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തൊക്കെയോ അവിടെ ഒരു സിംഗിൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മാത്രം 50,000-ൽ പരം രൂപ പോയതായുള്ള തെളിവുകളൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും ശരി, ഈ ദിവസത്തെ ഈ ചൂടുള്ള വാർത്തയാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാറിനെതിരെ കേസ്. മകളുടെ കടയിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. മകളും ഭാര്യയും അടക്കം 6 പേരാണ് കേസിലെ പ്രതികൾ. തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങിയെന്നാണ് പരാതി. മകളുടെ കടയിൽ നിന്ന് ജീവനക്കാർ പണം തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാറും പരാതി നൽകി. ഏതായാലും ഇതിന് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫിനെതിരെ ഒരു കേസ് വരുമ്പോൾ മറുകേസായിട്ടാണ് വന്നത്. പക്ഷെ ഈ സ്ത്രീകൾ കൊടുക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോകലും അതുപോലെ ഇതിനകത്തൊരു രാഷ്ട്രീയ ഇതും കൂടെ വരുമ്പോഴത്തേക്ക് സംഭവം അതിന്റെ കളർ വേറെ രീതിയിലേക്ക് മാറും. അതാണ് അതിന്റെ ഒരു സത്യം. ഇതിന്റെ വിശദാംശങ്ങളുമായി CG അരുൺ സിംഗ് ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ശരി, കൃഷ്ണകുമാർ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ സ്ഥാപനത്തിൽ നടന്നതായി പറയുന്ന കാര്യങ്ങൾ കൃഷ്ണകുമാർ പറയുന്നുണ്ട്. രണ്ടാമത്തെ പൊളുതിയ ഇവിടെയാണ് സ്ഥാപനം. ഇവള് ബിസിനസ് തുടങ്ങുന്നു. ഇമിറ്റേഷൻ ഓർണമെന്റ്സിൻ്റെയാണ്. OYOC എന്നാണ് കടയുടെ പേര്. അത് നന്നായിട്ട് പോകുന്നു. ഇവിടെ കെസൻ റോഡിലാണ്. അപ്പോൾ ഇവള് കല്യാണം കഴിച്ച് ഗർഭിണിയായ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സിക്നസ് ഉണ്ട്, പലർക്കും. അപ്പോൾ അത് തുടർന്ന് ആശുപത്രിയും വീടുമായിട്ട് പോകുമ്പോഴത്തേക്ക് ബിസിനസ്സിൽ എന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് വർക്ക് ചെയ്യുന്ന IT-ലായതുകൊണ്ട് പുള്ളിക്കും പോകാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കെന്താണ്, അവിടെ 3 കുട്ടികളുണ്ട്. വളരെ വിശ്വസ്തരായി എന്നും കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നവരാ. ഇവളുടെ ഓരോ ഫംഗ്ഷനിൽ പോയാൽ കാണാം, എല്ലാ ഫോട്ടോസും സൈഡിൽ നിൽക്കുന്ന ഈ കുട്ടികളാണ്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് നടത്തുന്നു, എല്ലാം വിളിച്ചു ചോദിക്കുന്നു, കണക്ക് പറയുന്നു, എല്ലാം ഉണ്ട്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ QR കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വരുന്ന കസ്റ്റമേഴ്സിന്. എന്നിട്ട് അവരുടെ ഫോണിലെ QR കോഡ് കാണിക്കും. ഇതെല്ലാം അവിടുത്തെ CCTV വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട്, പോലീസിന്റെ കൈവശം ഇരിപ്പുണ്ട്. ഏതായാലും ശരി, ഒരു തട്ടിപ്പ് നടന്നതിന്റെ ഈ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ കൃഷ്ണകുമാറിനെതിരെയും വന്നിട്ടുള്ളതെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാം. എന്നിട്ട് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് ഇവിടെ സാധനം വാങ്ങിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, OC വിളിച്ചിട്ട് ചോദിച്ചു, OC ഇങ്ങനെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ? നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല. ഇത് വെച്ച് അവരെ വിളിക്കുന്നു. ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ 3 ജോലി വിട്ടുപോകുന്നു. പിന്നീട് വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ പൈസ പോയതായിട്ട് അറിഞ്ഞു, ഞങ്ങൾ പോലീസിലേക്ക് പോകുന്നു. ഇവർ 3 പേരും ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ വരുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അവരപ്പം തന്നെ സമ്മതിച്ചു, ഞങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, തരാം. അപ്പോൾ അവിടെ ഈ ശബ്ദം കൂടുന്നു, ആൾ കൂടുന്നു വന്നപ്പോൾ അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിലോട്ട് എവിടെയെങ്കിലും പോകും. അങ്ങനെ ഇത് നമ്മുടെ ഓഫീസാണ്, ഇതാണ്. ഈ ഓഫീസിലേക്ക് 3 വാഹനത്തിലായിട്ട് അവരും അവരുടെ ഭർത്താവൊക്കെ അവർ ബൈക്കിലും എല്ലായിട്ട് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കണക്കുകൾ വിളി വന്നു തുടങ്ങിയപ്പോൾ ഇവര് അവിടെ ഒരു പ്രശ്നം ഫ്ലാറ്റിന് താഴെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പല ന്യൂസിലും പറയുന്നത്. എന്തായാലും ശരി, ഈ വാഹനത്തിൽ വന്നതായിട്ട് വരുന്നു, ഇവരുടെ മുന്നിൽ ഇവിടെ വന്ന് എന്തോ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനെ തുടർന്നുണ്ടായ സംഘർഷവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ ഈ ഒരു രീതിയിലേക്ക് കേസ് മാറിയിട്ടുള്ളത്. 69 ലക്ഷം രൂപ ബാങ്ക് വഴി മാത്രം, അതായത് QR കോഡ് വഴി മാത്രം കൊണ്ടുപോയിരിക്കുന്നു. ക്യാഷ്, സ്റ്റോക്ക് പലതും മിസ്സായിരിക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കി. 69 ലക്ഷം രൂപ കൊണ്ടുപോകുന്ന പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലെ ഒരു ഈ അവരുടെ ഈ ഇമിറ്റേഷൻ ഗോൾഡ്, അതിന്റെ ഈ ഓൺലൈൻ സെയിലൊക്കെ ഉണ്ട്. UK-ലും US-ലും ഒക്കെ ഉള്ള ഒരു റീസെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ അവര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരാണ്. അവരുടെ ഡീലിംഗ് ഒക്കെ ഇവർക്ക് തന്നെ കറക്റ്റ് മാനേജ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാകുമ്പം അവിടുത്തെ കൗണ്ടർ സെയിലിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ അവരുടെ QR കോഡും
കാണിച്ച് അല്ലെങ്കിൽ ഇത് ചെയ്ത് സ്കാം നടന്നിട്ടുള്ളത്. അത് വേറെ, അതിനിപ്പോൾ തെളിവില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ പൈസ കുറച്ച് തരാം, ഉള്ളത് ഞങ്ങൾ തരാം എന്ന്. ഒരു 3-4 മണിക്കൂറിനകത്ത് ഇവരെവിടെ പോയി ഒരു 8,82,000 രൂപ ക്യാഷ് കൊണ്ട് തരുന്നു. ഇതിൻ്റെ സഹിതം വീഡിയോ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ് ബാക്കി പൈസ ഞങ്ങൾക്ക് ഇത്രേ തരാനുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചു, പെൺകുട്ടികളൊക്കെ അല്ലേ, ക്ഷമിക്കേണ്ടതല്ല എങ്കിലും ക്ഷമിക്കുന്നു. അവരിവിടെ നിന്ന് പോകുന്നു. പോയി കഴിഞ്ഞ് അന്ന് രാത്രി ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവളെ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തി നോക്കി, ഇങ്ങനെ പരാതി നിന്ന് പിൻവലിക്കണം, ഞങ്ങൾക്ക് ഇനി പൈസ തരാൻ പറ്റില്ല. സ്വാഭാവികം രാത്രി വിളിക്കുമ്പോൾ എന്തൊക്കെ പറയുന്നറിയാമല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചത് ശരിയാവില്ലല്ലോ. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ AC ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹം കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ട് ഞങ്ങളൊരു പരാതി കൊടുത്തു, ഇങ്ങനെ പൈസ പോയതും പുറമെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതും. അതിൻ്റെ അടുത്ത ദിവസം ഇവരൊരു കൗണ്ടർ കേസ് മ്യൂസിയം സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇവരെയും ഇവരുടെ ഭർത്താക്കന്മാരെയൊക്കെ ഞങ്ങൾ എവിടെ നിന്നോ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടുത്തെ എല്ലാ എവിഡൻസും പോലീസിന് കൊടുക്കുന്നു. ഏതായാലും ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് കേൾക്കുന്ന ഇതില് അവിടെ ഒരു ഈ പണത്തിന്റെ അപഹരണം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 8,80,000 രൂപ കൊടുത്തെന്ന് പറയുമ്പം അതിലും മുകളിലുള്ള എമൗണ്ടിന്റെ അവിടെ സ്കാം നടന്നിട്ടുണ്ട്. എന്തായാലും ശരി, അതിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതികാരം ആണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാടല്ലേ, കേസും കള്ളക്കേസും ഒക്കെ ആയിട്ട് വരും. ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.